ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 9-ാം അധ്യായം 1 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ ശിഷ്യന്മാരോടും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടത്തോടും പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ അവൻ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതം, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നേട്ടം എന്ന് പറയുന്നത് ഈശോയെ അനുഗമിക്കുന്നതാണോ, അവനിൽ ഒന്നായി തീരുന്നതാണ്. തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്നത് അതാണ്. വചനം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു കൊച്ചു കഥയുണ്ട്. ഒരു മനുഷ്യൻ ചന്തയിൽ പോയി പുതിയ ചെരുപ്പ് വാങ്ങി. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ലെതറിൻ്റെ ചെരുപ്പാണ്. മഴ പെയ്യുന്നു. പാടവരമ്പിലൂടെ അയാൾ പോകുമ്പോൾ അടുത്ത് കണ്ട ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലുള്ള ചേട്ടനും ചേച്ചിയും പുറത്തേക്ക് വരുന്നു. ഈ ചെരുപ്പ് അവരുടെ കൊടുക്കുന്നിട്ട് പറയുന്നു, നാളെ വന്ന് ഞാൻ ഈ ചെരുപ്പ് മേടിച്ചോളാം, പുതിയ ചെരുപ്പാണ്, നനയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ ചെരുപ്പ് വാങ്ങി അവരുടെ വീടിൻ്റെ പ്രധാന ഭാഗത്ത് വെച്ചു. പിറ്റേ ദിവസം അതേ വഴിയിലൂടെ, ആ പാടവരമ്പത്തിൽ അതേ വഴിയിലൂടെ ശ്മശാനത്തിലേക്ക് മൃതദേഹവുമായിട്ട് കുറേ പേര് പോവുകയാണ്. കൃത്യം ആ വീടിന് മുമ്പിലെത്തിയപ്പോൾ മഴ പെയ്യുന്നു. ഉടൻ തന്നെ മൃതദേഹവുമായിട്ട് ഈ മനുഷ്യർ ആ വീടിനുള്ളിലേക്ക്, വീടിൻ്റെ പറമ്പിലേക്ക് കയറിയാണ്, മുറ്റത്തേക്ക് കയറിയാണ്. ഉടനെ തന്നെ ആ ചേട്ടനും ചേച്ചിയും പുറത്തു വന്ന് അവരവിടുന്ന് പറഞ്ഞു പിടിക്കുകയാണ്. ഇവർ പറയുന്നുണ്ട്, ഈ മഴ പോകുന്നവരെ ഈ മൃതദേഹം നിങ്ങളുടെ വീടിനകത്ത് വെക്കാൻ സമ്മതിക്കുമോ? വീട്ടിനകത്ത് മാത്രമല്ല, അവരുടെ മുറ്റത്ത് പോലും അവരെ നിർത്തിയില്ല. കഥാകാരൻ ഇങ്ങനെ കുറിക്കുകയാണ്: ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യന് ഒരു ചെരുപ്പിൻ്റെ വില പോലുമില്ല. ലോകം മുഴുവൻ നമ്മൾ നേടിയെടുത്താലും, എന്തൊക്കെ നേടിയെടുത്താലും, ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് അത് ഈശോയെ നേടുക എന്ന് തന്നെയാണ്. തിരക്കുകളുടെ ഇടയിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് ഈശോയുടെ ഒപ്പമായിരിക്കുവാനും അവനെ നേടുവാനും അവനെ സ്വന്തമാക്കുവാനുമാണ്. എല്ലാവരുടെ സ്വന്തമാകാനും എല്ലാവർക്കും സ്വന്തമാകാനുമായിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ ആർക്കാണോ ഞാൻ സ്വന്തമാകേണ്ടത് അവനിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. ഒരു ചലച്ചിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എന്താണ് പ്രാഞ്ചി ജയവും തോൽവിയും? ആപേക്ഷികമാണത്. ജയിച്ചെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ ജയിച്ചവരാണ്. നേടിയെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ എന്താണ് നേടിയത്? നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് നിന്നിലേക്ക് തന്നെ തിരിച്ചു വരില്ലെന്നാണോ? സ്വർണം കൊണ്ട് പള്ളി പണിയുന്നവനല്ല, ഒരു മനുഷ്യജീവനെയെങ്കിലും ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റാൻ കഴിയുന്നവരാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശി. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും അവനത് കൊണ്ട് എന്തു പ്രയോജനം? ഈ വചനഭാഗം ഒത്തിരി പേരെ വിശുദ്ധ ജീവിതത്തിലേക്ക്, ഫ്രാൻസിസ് സേവർ അടക്കം ഒത്തിരി പേരെ അവരുടെ വിശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ വചനഭാഗം പലപ്പോഴും, ചിലപ്പോൾ എല്ലാ ദിവസവും തന്നെ നമ്മൾ കേൾക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാനസാന്തരത്തിനും ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ വചനഭാഗം കാരണമായി തീരട്ടെ. മറക്കണ്ട, സുഹൃത ജപം പോലെ നമ്മുടെ ഉള്ളിൽ ഈ വചനഭാഗം ഉണ്ടാകട്ടെ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത്, നമ്മുടെ സ്വപ്നവും നമ്മുടെ മക്കളുടെ സ്വപ്നവും ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഈ ലോകത്തിലെ കുറേ നേട്ടങ്ങളല്ല, ഈ ലോകത്തിലെ കുറേ വിജയങ്ങളല്ല, സ്വർഗത്തിൽ ഇടം കണ്ടെത്തുക. നിക്ഷേപങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ സ്വരൂപിച്ചു വെക്കേണ്ടതില്ല. അത് ചിലപ്പോൾ ചതല് അരിച്ചു പോയേക്കാം. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് നമ്മുടെ മക്കളെയും അതുപോലെ നമ്മളെയും നമുക്കൊരുക്കാൻ നമുക്ക് പറ്റട്ടെ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്തു പ്രയോജനം? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.